ദൈവത്തിന് സ്തോത്രം ഇവനിൽ ഉണ്ടായിരുന്നില്ല. ദൈവനാമം അതിഥി സൽക്കാരം വീണ്ടും ജനനമല്ല, നല്ല കാര്യമാണ്, അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാനായി ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരാൾ, ശ്രദ്ധിക്കണം, തെളിവുകളെല്ലാം കൂടെ വായിക്കാതിരിക്കുന്നതിന്റെ കാരണം ഒരു പുതിയ സന്ദേശം ഒന്നുമല്ല. ഈ സുവിശേഷം ദൈവമക്കൾ പലപ്പോൾ കേട്ടത് തന്നെ. നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന എല്ലാ ദൈവജനങ്ങളും ദൈവത്തിന് സ്തോത്രം അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം അത് ലക്ഷ്യമാക്കാതെ എന്ത് ചെയ്ത് പോകട്ടെ. എന്നാൽ ഇപ്പോഴോ ഏത് മനുഷ്യനും എല്ലാവരോടും എല്ലാ ജനത്തോടും കൽപ്പിക്കുന്നു, എന്ത് പറയുന്നു? മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊർന്നേലിയസിന്റെ ക്യാരക്ടർ നല്ല ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. അവിടെ എന്ത് വായിക്കുന്നു? 3 കാര്യങ്ങൾ ശ്രേഷ്ഠമായി പറയുന്നു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ അവൻ ഭക്തനും നല്ല ഭക്തൻ, ദൈവമുണ്ട്, ദൈവത്തെ കുറിച്ച് നല്ല ഭക്തി. രണ്ടാമത് തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി എല്ലാ ജനത്തിനും വളരെ ധർമ്മങ്ങൾ ചെയ്ത്. മൂന്നാമത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ ഭക്തൻ, ദൈവഭയത്തോട് എല്ലാവർക്കും ധർമ്മങ്ങൾ ചെയ്യുന്നവൻ, എപ്പോഴും പ്രാർത്ഥന. അപ്പൊ ദൈവം പർട്ടിക്കുലറാ ഒരു ദിവസം വന്നപ്പോൾ, മക്കളെ എല്ലാം റൈറ്റാ, നിനക്ക് മാനസാന്തരമില്ല, ഇതെല്ലാം കുറിച്ച് പറയാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്തുള്ളതായ ടൗണിൽ ആള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവന് വിളിക്കും. അപ്പോൾ അവൻ പറയുന്നു, അതെന്തുവാ മാനസാന്തരം പറഞ്ഞ എന്തുവാ? അവിടെ ഞാൻ 15 വർഷമാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ഗുണമില്ല, വിളിക്ക്, പത്രോസ് വിളിക്കൂടെ. അവൻ പറയും, എന്താ നിന്റെ ജീവിതത്തിൽ മാനസാന്തരം എന്നു പറയും. അയ്യോ, ധർമ്മങ്ങൾ ചെയ്യുന്നു, ഒരു കാര്യമൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. അയച്ചു, അവർ വന്ന് വാതിൽക്കൽ മുട്ടുന്നു. പത്രോസ് തന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ, അയ്യാ വരണം സ്വാമി, നാളെ ഞങ്ങളുടെ ഭവനത്തിൽ എന്തോ പട്ടാളക്കാരൻ, കമാൻഡോവാണ്, അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അവൻ ഭക്തിയായ മനുഷ്യൻ, എപ്പോഴും പ്രാർത്ഥന, തനിയെ അല്ല വീട്ടോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവം പറഞ്ഞ അവനെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യും, ഒന്ന് പഠിക്കരുത്. അപ്പോൾ അവനെ വിളിച്ചു കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദാനധർമ്മങ്ങൾ ചെയ്ത് ദൈവരാജ്യത്തിൽ എത്തിച്ചേരാമെന്ന് നാം ചിന്തിക്കുന്നുവോ? ആമേൻ. ഒരു ആധാരവും തെളിവും വേദപുസ്തകം തരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പത്രോസ് കടന്നു വന്നു, സത്യത്തെ കുറിച്ച് പറഞ്ഞു, അനുതാപം തോന്നി, മാനസാന്തരപ്പെട്ട്. കൊർന്നേലിയസിന്റെ വീട്ടിലിരുന്നവർ, വാക്ക് കേട്ടിരുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തത്? ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഥാർത്ഥിക മാനസാന്തരത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. പല ദൈവമക്കൾ പറയുന്നത്, എനിക്ക് അഭിഷേകമില്ല. അത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ട്രബിൾ ഇല്ലയോ? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ രക്ഷയുടെ 1ാമത് സ്റ്റെപ്പ് പാപബോധം. ആ പാപബോധം കറക്റ്റായി ഇരുന്നാൽ അടുത്തടുത്ത പടികളെല്ലാം കൃത്യമായി നിറവേറിക്കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. കൊർന്നേലിയസ് അവൻ ചിന്തിച്ചു, ധർമ്മങ്ങൾ ചെയ്തു, ഞാൻ ഭക്തനായിരുന്നു, എത്രയോ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കുറ്റമല്ലേ, തെറ്റുകൊണ്ടുമല്ലേ, പ്രാർത്ഥിച്ചത് നല്ലതാ. അതുകൊണ്ട് പുനിതന്മാരുടെ, വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞ് എത്രയോ അറിയാത്ത ജനങ്ങൾ, ആമേൻ, അവരുടെ നാമമുഖാന്തരം ഞങ്ങളെ കൊണ്ടു ചെല്ലണമേ. അവർ പോകുന്നതേ പാട്, നാം എവിടെ പോകാൻ? ദൈവനാമം മഹത്വപ്പെടട്ടെ. അന്ന് സത്യം പറഞ്ഞപ്പോൾ കൊർന്നേലിയസിന്റെ കുടുംബമെല്ലാം അനുദപിച്ചു. അവർക്കൊരു ഭാവബോധം ഉണ്ടായി. അത് സത്യമെന്ന് ദൈവം കാണിച്ചു തന്നു. ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ഇറക്കി തന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. മാനസാന്തരം, വീണ്ടും ജനനത്തിന്റെ 2ാമത് പടി എന്ന് പറയുന്നത് മാനസാന്തരം. ഇതെന്തോ മാനസാന്തരം? സമയം കടന്നുപോയി. 7 പടികളിൽ ഇപ്പോൾ താൻ 2ാമത് പടിയിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. മാനസാന്തരം യേശുവിനെ കാണിച്ചു കൊടുത്തു, ഇല്ലയോ? യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഏതെങ്കില? ആര്? ശബ്ദമോ പറയാം. ദൈവത്തിന്റെ സ്തോത്രം. 4 സുവിശേഷങ്ങളിലും എഴുതിയിട്ടുണ്ട്, പത്രോസ് പൊട്ടിക്കരഞ്ഞു. എന്തോ എഴുതിയിട്ടുണ്ട്? ശ്രദ്ധിക്കണം. അവസാന സമയത്തിൽ ശ്രദ്ധിക്കണം. പത്രോസ് പൊട്ടിക്കരഞ്ഞു. നല്ല മാനസാന്തരമല്ലയോ? നല്ല മാനസാന്തരം. എന്നാൽ
എന്നാൽ മാനസാന്തരം അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ദൈവവചനം പറയുന്നത്. യാഥാർത്ഥികമല്ല. അവൻ പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി. വരിക, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. കാര്യം പോയല്ലോ. പൊട്ടിക്കരഞ്ഞതിന്റെ ഏതെങ്കിലും ഗുണമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പൊട്ടിക്കരയുന്നതല്ല വിഷയം. സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാം. ആമേൻ. ഇത് കേട്ടിട്ട് ആമേൻ കോഴി കൂക്കിയപ്പോൾ അവൻ എന്ത് ചെയ്ത്? അവൻ ഭയങ്കരമായി കരഞ്ഞുപോയി, വിലപിച്ച് കരഞ്ഞു. ഫുട്ട് കരോയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ പൊട്ടിക്കരഞ്ഞത് സത്യമെങ്കിൽ അവൻ പിന്മാറ്റത്തിൽ പോകാതിരുന്നിരിക്കണം, ഇല്ലയോ? എന്ത് പറഞ്ഞോ? യേശു പോയി, യേശു ഒന്നും കാണുന്നില്ല. ശരി, ആരോ പുനരുത്ഥാനം പ്രാപിച്ചതായിട്ട് പറയുക. വരിക, നമുക്ക് എന്ത് ചെയ്യാം? മീൻ പിടിക്കാൻ പോകാം. മത്തയുടെ സുവിശേഷത്തിൽ രക്ഷിതാവ് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ മീൻ പിടിക്കുന്നതല്ല മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് ശ്രേഷ്ഠമായ ഒരു വിളി കൊടുത്ത് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ കരഞ്ഞ ഒരു മനുഷ്യൻ പിന്മാറ്റത്തിൽ പോകുവാൻ സാധിക്കുമോ? അത് ഒറിജിനൽ കരച്ചലല്ല, അത് യാഥാർത്ഥികമായ ഒരു കരച്ചലല്ല. കണ്ണുകൾ അടച്ച് മുഴങ്കാലുകൾ മടക്കിക്കൊള്ളുക, മുട്ടുകൾ മടക്കിക്കൊള്ളുക. പിതാക്കന്മാർ ഇനി വരുന്ന ദിവസങ്ങളിലും ആഴമായ സത്യങ്ങളെ നിങ്ങൾക്ക് അറിയിച്ചു തരും. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. യാഥാർത്ഥികമായ ഒരു മാനസാന്തരമുണ്ടോ? അവൻ പൊട്ടിക്കരഞ്ഞു. 4 സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രയോജനമില്ല. പിന്നെയും പിന്മാറ്റത്തിലേക്ക് അവൻ കടന്നുപോയി. യാഥാർത്ഥികമായ ഒരു മാനസാന്തരം. ഈ കൂട്ടത്തിൽ ഏത് സ്ഥലത്തിൽ ഇരുന്നാലും ഇരിക്കുന്ന സ്ഥലത്തിൽ കണ്ണുകൾ അടച്ച് മുഴങ്കാലുകൾ മടക്കി. എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ? എന്തുകൊണ്ട് എന്റെ ഭവനത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ? എന്തുകൊണ്ട് വൈദ്യന്മാരാൽ കൈവിടപ്പെട്ട രോഗങ്ങൾ? ആ പാപബോധം യാഥാർത്ഥികമായി ഇരുന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ കുറ്റങ്ങളെ കുറിച്ച് പരമാർത്ഥതയോടുകൂടെ അനുദപിച്ചാൽ ഒരു വൈദ്യന്റെ ആവശ്യമല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് രോഗസൗഖ്യമാണ്. ഈ സുവിശേഷ യോഗത്തിന്റെ ആദ്യ ദിവസത്തിൽ വിടുതലയോട് മടങ്ങി ചെല്ലുവാൻ സാധിക്കും. ദയവായി കണ്ണുകൾ തുറന്ന് നോക്കേണ്ട, ഇടത്തോട്ടോ വലത്തോട്ടോ ശ്രദ്ധിക്കേണ്ട, മുമ്പോ പുറകോട്ടോ തിരിഞ്ഞു നോക്കേണ്ട. ആ കാൽവരിയിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ കണ്ടതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുക. ഏതോ സമയം ലഭിച്ചത് കൊണ്ടല്ല നാം ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അല്പനിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ആ കൊർന്നേലിയൂസിന്റെ ഭവനക്കാരനെ പോലെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവൻ ദൈവത്തോട് കരഞ്ഞു ചോദിക്കുക. വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് ഇറങ്ങി. കണ്ണുകൾ തുറക്കേണ്ട. യേശുവേ മനസ്സറിയണമെന്ന് ചോദിക്കുക. എന്നെ പലരും കുറ്റം പറയുന്നു, എന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പരാതി പറയുന്നു. ഞാൻ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് എത്രയോ പോരായ്മകൾ എന്റെ ജീവിതത്തിൽ. ആരും മൗനമായി ഇരിക്കേണ്ട. മുട്ടിന്മേൽ നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ നിന്നുകൊള്ളുക, തടസ്സമില്ല. ദൈവവചനം ഒരു നാളും വ്യർത്ഥമായി പോകുകയില്ല. എന്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഞാൻ അയച്ച കാര്യമായി അത് മടങ്ങി വരും. ഈ രാത്രികാലം ദൈവം തന്റെ വചനത്തെ, ദൈവ വൈതലെ നിനക്ക് നേരെ അയക്കുന്നു. നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നീ ഇന്ന് ഒരു സ്വതന്ത്രതയോടുകൂടെ
മാത്രം മടങ്ങി പോകുവാൻ സാധിക്കും. പലരും എന്നെ സ്നേഹിക്കുന്നില്ല, പലരും എന്റെ സ്വഭാവ കുറവുകളെ കുറിച്ച് കുറ്റം പറയുന്നു. കാരണം ദൈവ പൈതലെ ഒരു യാഥാർത്ഥിക പാപബോധം എന്നിൽ വന്നിട്ടില്ല. ഞാൻ ദിവസേന മരിക്കുന്നു എന്റെ ഏറ്റുപറച്ച നിന്നിൽ വന്നിട്ടില്ല. നിന്റെ വീട്ടുകാർ നിന്നെ വെറുക്കുന്നു. നിന്റെ കൂട്ടുകാർ നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു. ബന്ധുമിത്രാദികൾ നിന്നെ കുറിച്ച് ഇവർ അറിഞ്ഞത് സത്യമാണോ, ഇവർ കൂട്ടായ്മയിൽ പോകുന്നവരാണോ, ഇവർ വെള്ളവസ്ത്രധാരികളാണോ എന്ന് എന്നെ കുറിച്ച് പലപ്പോഴും കുറ്റം പറയുന്നു. കാര്യം സത്യത്തെ ഉള്ളതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. അനേക ഹൃദയങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, അനേക കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു അല്പം കണ്ണുനീർ ഒഴുക്കി നോക്കുക എന്റെ പൈതൽ. നിനക്കായി ക്രൂസിൽ ഞാൻ എല്ലാം നിവർത്തിച്ചിട്ടുണ്ട്. നിന്റെ ദാനധർമ്മങ്ങളല്ല, നിന്റെ ഭക്തി നല്ല, എന്നാൽ നീ സത്യം അറിയ, നീ സത്യം അറിയണം. നിന്റെ ജീവിതത്തെ ഒരു സൗരഭ്യമായി മാറ്റും. നിന്നെ വിട്ട് അകന്നു പോകുന്നവർ നിന്റെ അടുക്കിൽ മടങ്ങി വരും. നിന്നെ ശത്രുക്കളായി കാണുന്നവർ നിന്റെ അടുക്കിൽ അവർ മടങ്ങി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ വിശുദ്ധീകരിൽ എന്നോട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന സത്യം നിങ്ങളെ വിടുവിക്കും. എല്ലാവരും കണ്ണുകളടിച്ച് പാടാം. അതെ, നാം കർത്തൃപാദപീഠത്തിൽ കടന്നു വന്ന ആ സമയം മുതൽ ഇതുവരെയും തിരു സാന്നിധ്യം നമ്മുടെ ശരീരാത്മദേഹികളിൽ അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാത്രികാലവും മാറ്റമില്ലാത്ത തിരുവചന സത്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു.
ദൈവത്തിന്റെ വചനം അതൊരു കണ്ണാടിക്ക് സാദൃശ്യമാണ്. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ എന്താ എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. മനുഷ്യവർഗത്തെ സ്നേഹിച്ച് സ്വർഗമഹിമ പിടിഞ്ഞ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആ സർവശക്തനായ കർത്താവ് തന്റെ പിതാവിന്റെ ഭവനത്തിൽ കണ്ട മനോഹരമായ വസ്തുത അത് നമ്മെ അറിയിച്ചിരിക്കുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരു അടിമയായിട്ടല്ല, ഒരു ദാസനായിട്ടല്ല, ഒരു രാജാവായി വാഴ്ചയുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടു. സാത്താന്യ വഞ്ചനയാൽ ആ ദൈവത്തിന്റെ സാദൃശ്യം നഷ്ടപ്പെട്ട മനുഷ്യൻ ഒരു ദാസനായി, അടിമയായി മാറ്റപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് മനുഷ്യനെ നമ്മൾ നോക്കിയാൽ മനുഷ്യൻ പാപത്തിന്റെ അടിമയാണ്. പാപത്തിന്റെ അടിമയായിരിക്കുന്ന മനുഷ്യന്, സാത്താന്റെ അടിമയായി സാത്താന്റെ ഹിതം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് പോകുവാൻ സാധ്യമായി തീരത്തില്ല. മനുഷ്യൻ സ്വതന്ത്രനായി തീരണം. എങ്ങനെ സ്വതന്ത്രനായി തീരുവാൻ സാധിക്കും? സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. ആ സത്യം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സത്യം മാറ്റമില്ലാത്ത തിരുവചന സത്യമാണ്. ആ സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്താവ് ഒരുക്കുന്ന ഭവനത്തിൽ കർത്താവിനോട് കൂടെ നിത്യമായി വാഴുവാൻ സാധ്യമായി തീരുകയുള്ളൂ. നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? ആ ഭവനത്തിൽ കർത്താവിനോട് കൂടെ വാഴണമെങ്കിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതായ ഏതോ ചില വസ്തുതകളല്ല, യഥാർത്ഥമായി വീണ്ടും ജനിക്കണം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖമുണ്ടാകണം. അനുതാപഹൃദയത്തോടെ തങ്ങളുടെ അവസ്ഥ ദൈവസന്നിധിയിൽ സമ്മതിച്ച് മനസ്സാന്തരത്തിലേക്ക് കടന്നു വന്ന വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയൊരു വ്യക്തിക്ക് മാത്രമേ കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് പോകുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ആകയാൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തിയതുപോലെ ദിവസേന മരിക്കണം. പാപസംബന്ധമായി മരിക്കുന്നവരായിരിക്കണം. സ്വയത്തിന് മരിക്കുന്നവരായി തീരണം. ജഡത്തിന് മരിച്ചവരായി മാറ്റപ്പെടണം. നമ്മുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളായി സമർപ്പിച്ചവരായി, വിശുദ്ധീകരണത്തിന് അടിമയായി സമർപ്പിച്ചവരായി തീരണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു പ്രാവശ്യം കൂടെ നമ്മെ പരിശോധിച്ചു നോക്കാം. ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കാം, നമ്മൾ സ്നാനമേറ്റിരിക്കാം, അഭിഷേകം പ്രാപിച്ചിരിക്കാം. ദൈവത്തിന് പ്രസാദകരമായ അനേക പ്രവർത്തികൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. തെറ്റുകളെ കുറിച്ച് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ താഴ്ചകൾ, വീഴ്ചകൾ, തോൽവികൾ യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതോർത്ത് അനുഭവിക്കുന്നുണ്ടോ? ആ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? മറ്റുമില്ലാത്ത തിരുവചന സത്യം ഓർപ്പിക്കുന്നു. വിശുദ്ധനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചു കൊടുക്കാം. കേട്ട ദൈവവചനത്തിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും പരിശുദ്ധാത്മാവ് ഉണർത്തി തരുന്നു എങ്കിൽ അനുതാപഹൃദയത്തോടെ ദൈവത്തോട് അടുത്ത് ചെന്നുകൊണ്ട് നമുക്ക് പറയാം, അതേ കർത്താവേ, നിന്റെ രക്തത്താലും നിന്റെ വചനത്താലും ആത്മശക്തിയാലും ഒരു പ്രാവശ്യം കൂടെ എന്നെ വിശുദ്ധീകരിക്കണം. ആ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ ഒരു ശബ്ദം നമ്മുടെ കാതുകളിൽ പ്രതിധ്വനിക്കും. എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാനും കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടും, പറന്നുയരുമെന്നുള്ളതായ ധൈര്യത്തോടെ, നിശ്ചയത്തോടെ നമുക്ക് മടങ്ങി പോകുവാൻ ആഗ്രഹിക്കാം.
എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ നിൻ വചനത്തിൽ എൻ കാലടികൾ സ്ഥിരമാക്കണമേ. സ്വർഗ്ഗപിതാവേ നിൻ വചനത്തിൽ എൻ കാലടികൾ സ്ഥിരമാക്കണമേ. യാതൊരനീതിയുമിച്ചിടവെന്നെ യാത്രേദിനവും നീ നടത്തണമേ. യാതൊരനീതിയുമിച്ചിടവെന്നെ യാത്രേദിനവും നീ നടത്തണമേ. സ്വർഗ്ഗപിതാവേ നിൻ വചനത്തിൽ എൻ കാലടികൾ സ്ഥിരമാക്കണമേ. സ്വർഗ്ഗപിതാവേ നിൻ വചനത്തിൽ എൻ കാലടികൾ സ്ഥിരമാക്കണമേ. യാതൊരനീതിയുമിച്ചിടവെന്നെ യാത്രേദിനവും നീ നടത്തണമേ. 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും ചേർന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നിശ്ചയിച്ചതായ ഈ സുവിശേഷ പ്രസംഗ യോഗത്തിന്റെ പ്രഥമ രാത്രി മീറ്റിംഗിനെ കർത്താവ് വരമേറ്റ് നടത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ശുശ്രൂഷകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രത്യാശയുടെ ഗാനങ്ങൾ ആലപിച്ച് ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, ദൈവിക കൃപകൾ അനുഭവിച്ച ഒരു സാക്ഷ്യത്തെ ഈ രാത്രികാലം കേൾക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സത്യത്തെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് ഈ രാത്രികാലം സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവമൊരുക്കുന്ന ഭവനത്തിൽ കർത്താവിനോട് കൂടെ കാണപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഉപദേശത്തിന്റെ ആ പ്രാരംഭപ്പടിയായ വീണ്ടും ജന്മത്തെ കുറിച്ച് തിരുവചനത്തിലൂടെ രാത്രികാലം സവിസ്തരമായി ദൈവം നമ്മെ ഓർപ്പിച്ചുണർത്തിയല്ലോ. നമ്മുടെ കർത്താവിന്റെ കാഹള ശബ്ദം ധരിക്കുന്ന സമയം വരെയും ദൈവവിധ പ്രകാരമുള്ള ദുഃഖത്തെ സൂക്ഷിച്ചുകൊണ്ട് ആ വചനത്തിന് മുന്നിൽ തങ്ങളെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഓരോ ദിവസവും ആ മനസ്സാന്തര അനുഭവത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ആത്മീയ സത്യങ്ങളിൽ വളർച്ച പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി അവരോടെ ആകാംക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ തിരുവചന സത്യങ്ങൾ നമ്മെ അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്റെ ദാസനെ ശക്തീകരിച്ച ബലപ്പെടുത്തിയ കൃപ കൊടുത്ത വചനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി കർത്തൃകരങ്ങളിൽ ഉപയുക്ത മാത്രമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. മീറ്റിംഗിനായി നമ്മൾ കടന്നു വരുമ്പോൾ പ്രകൃതി നമുക്ക് പ്രതികൂലമായി തോന്നി എങ്കിലും പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവ് ഈ രാത്രികാലം പ്രകൃതിയെ നമുക്ക് അനുകൂലമാക്കി തന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവവചനം ശ്രമിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായി വീണ്ടും സ്തോത്രം ചെയ്യാം. യാത്രകളിൽ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണം. സുഭദ്രമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നാളെ പകൽ നടക്കുന്ന
ഇന്ന് ഉപവാസ പ്രാർത്ഥന, നാളെ രാത്രി മീറ്റിംഗ് കർത്താവ് അനുഗ്രഹകരമാക്കി തീർക്കണമതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മെ നടത്തുന്ന വിശുദ്ധന്മാർക്കൊക്കെയും ശാരീരിക സൗഖ്യവും ആരോഗ്യവും ബലവും കൃപയും ദീർഘായുസ്സും കൊടുത്ത കർത്താവ് സഹായിക്കണമതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുത്രനായ യേശുക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് വേഗം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വരവിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പിതാവേ.